നിയമങ്ങളൊക്കെ ഉണ്ട്. യാഗങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് പലതരത്തിലുള്ള നിയമങ്ങൾ അനുഷ്ഠിക്കാൻ. ഇപ്പൊ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു വലിയ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, സൂര്യനെ സാക്ഷി നിർത്തിയിട്ടാണ് ഈ ഭാഗവത സപ്താഹ യജ്ഞം നടത്തേണ്ടത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സപ്താഹ യജ്ഞത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. സൂര്യനെ അസ്തമിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്തിനാ പറയുന്നത്, ഇപ്പം നാളെ 6 മണിക്ക് നിർത്തുമ്പോൾ നിങ്ങൾ വേറെ സംശയമൊന്നും ഉണ്ടാവുന്നില്ല. അഹസ് എന്ന് വെച്ചാൽ പകലാണ്. അപ്പോൾ പകല് സമയത്ത് തന്നെ ഈ സപ്താഹം അത് വായിച്ച് സമർപ്പിക്കണം. സൂര്യോദയത്തിന് മുമ്പ് തന്നെ നമുക്ക് സമർപ്പിക്കാം. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ വേഗം പോയി ടി വിയുടെ മുമ്പിൽ ഇരിക്കല്ല. സപ്താഹത്തിൽ രാവിലെ മുതൽ പങ്കെടുത്തവർ എന്ത് ചെയ്യണം, വേഗത്തിൽ പോയി സന്ധ്യയ്ക്ക് എന്തെങ്കിലും ജപമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ രാവിലെ മുതൽ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മനനം ചെയ്യുക. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. ഈ മനനശക്തി നമുക്കൊക്കെ ഉണ്ട്. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചതങ്ങ് ഉറപ്പിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും ഇവിടെ ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പത്മപുരാണത്തിലാണ് 6 അധ്യായങ്ങളിലായിട്ടാണ് ഭാഗവത സപ്താഹ യജ്ഞവിധി പറഞ്ഞത്. കലിയുഗത്തിൻ്റെ